നമ്മൾ ഒരു ദിവസത്തിൽ ചെയ്യുന്ന ചെറിയ ശീലങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വളർച്ച കൊണ്ടുവരുന്നത്. സ്മോൾ ഹാബിറ്റ്സ് മേക്ക് ബിഗ് ചേഞ്ചസ് എന്നാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പവർഫുൾ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് റീഡിംഗ് ബുക്സ്. ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ ഹിറ്റ് നോവലിൻ്റെ സബ്ടൈറ്റിലായിട്ട് വന്നിരുന്നത് ഈ വാക്യമായിരുന്നു: നമ്മൾ അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണ്. നമ്മുടെ എക്സ്പീരിയൻസുകളുടെ, നമ്മുടെ ചിന്തകളുടെ കൊച്ചു ലോകത്തിന് പുറത്തിറങ്ങാൻ നമ്മളെ സഹായിക്കുന്നതാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ, അവരനുഭവിച്ച കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ സത്തയും അവരുടെ പഠനത്തിൻ്റെ ഒരു സത്തയാണ് ഡിസ്റ്റിൽ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതിൻ്റെ വാല്യൂ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ലോകത്തിൽ ഒരുപാട് വലിയ പ്രതിഭകൾ വന്നു പോയിട്ടുണ്ട്. ഇവരോടൊക്കെ നമുക്കൊന്ന് മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അവരുടെ ചിന്തകൾ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അവരിൽ നിന്ന് ഉപദേശങ്ങൾ കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങൾ വായിക്കുക, അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ പഠിക്കുക. ശരിക്കും സിനിമ കാണുന്നത് പോലെയുള്ള മറ്റ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമാണ് പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം റീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഹാബിറ്റാണ്. അതിൽ നമ്മുടെ ഇമാജിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വായിക്കുന്നതിനോടൊപ്പം നമ്മുടെ ബ്രെയിൻ അതിനോടൊപ്പം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരുപാട് വളരാൻ സഹായിക്കും. നമ്മുടെ ചിന്തകളെ നമ്മൾ വിചാരിക്കാത്തതിനപ്പുറത്തോട്ട് കൊണ്ടുവരും. വളർച്ചയുടെ ഒരു പുതിയ ഹൊറിസോണിലേക്കായിരിക്കും ഇത് നമ്മൾ നയിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ട് എക്സസൈസിങ്. വാരൻ ബഫറ്റ് ഒരു ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങളൊരു കാർ മേടിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ചെറുതോ വലുതോ ആയൊരു കാർ ആയിക്കോട്ടെ. പക്ഷേ ഈ ജീവിതകാലത്ത് നിങ്ങൾക്ക് ആകെ മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാർ അതായിരിക്കും. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കാർ കൊണ്ടു നടക്കുക? അത് സൂക്ഷിച്ചുപയോഗിക്കും, അതിന് കേടുപാടുകൾ പറ്റാതെ നോക്കും, എന്തെങ്കിലും പറ്റിയാൽ അത് പെട്ടെന്ന് നന്നാക്കും. ഇതുപോലെയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾക്ക് ജീവിതത്തിൽ മറ്റൊരു ശരീരം കിട്ടില്ല. യുവർ ബോഡി ഈസ് ദ പ്ലാറ്റ്ഫോം. നിങ്ങൾ ചിന്തിക്കുന്നതും, നിങ്ങൾ ജീവിക്കുന്നതും, നിങ്ങൾ സംസാരിക്കുന്നതും, നിങ്ങൾ ജീവിതത്തെ അനുഭവിക്കുന്നതുമെല്ലാം ഈ ശരീരം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു ശരീരമേ കിട്ടുള്ളൂ എന്ന ബോധ്യത്തോടെ അതിനെ ടേക്ക് കെയർ ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ശരീരത്തിന് ദൂഷ്യമാകുന്ന ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെക്കുക, ഡിസിപ്ലിൻ കൊണ്ടുവരിക, എക്സർസൈസ് ചെയ്യുക. ലവ് യുവർ ബോഡി, ടേക്ക് കെയർ ഓഫ് ഇറ്റ്. മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് ജേർണലിംഗ്. നമ്മുടെ ചിന്തകളും നമ്മുടെ എക്സ്പീരിയൻസുകളും എഴുതാൻ തുടങ്ങുക. ഒരു ചെറിയ പാരാഗ്രാഫെങ്കിലും നമ്മൾ എഴുതി തുടങ്ങിയാൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആശയങ്ങൾക്കും കൂടുതൽ ക്ലാരിറ്റി വരുന്നത് കാണും. കാരണം നമ്മൾ പലപ്പോഴും തലച്ചോറിൽ മാത്രമിരുന്ന് ചിന്തിക്കാൻ പോകുമ്പോൾ പല ഗ്യാപ്പുകളും പല മിസ്റ്റേക്കുകളും വരും. പക്ഷേ ഇത് പേപ്പറിൽ വരുമ്പോൾ നമുക്ക് മറ്റൊരു വ്യൂ പോയിൻ്റാണ് കിട്ടുന്നത്. ഇത് ആ മിസ്റ്റേക്കുകൾ തിരുത്താൻ, ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട്, നമുക്ക് മിസ്സായിപ്പോയ എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ സ്ലോ തിങ്കിങ് ആണ്. നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ബ്രെയിനിന് ആ പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കുകയാണ്. ഇത് തിങ്കിങ് കപ്പാസിറ്റീനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് ബൂസ്റ്റ് ചെയ്യും. സോ സ്റ്റാർട്ട് ജേർണലിംഗ്. നാലാമത്തെ കാര്യമാണ്, സ്റ്റോപ്പ് കംപ്ലൈനിങ് ആൻഡ് സ്റ്റോപ്പ് നെഗറ്റിവിറ്റി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എനർജി വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ കുറ്റം പറയുക, സാഹചര്യങ്ങളെ കുറ്റം പറയുക, നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് ആദ്യം നമ്മൾ നിർത്തുക. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അവർക്കെല്ലാം വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്, ഡിഫറൻ്റായ കൺവിക്ഷൻസ് ഉണ്ട്, ഡിഫറൻ്റായ ബോധ്യങ്ങളുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ചില സിറ്റുവേഷൻസ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, ചില മനുഷ്യരെ നമുക്ക് മാറ്റാനും പറ്റുന്നതല്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിനെക്കുറിച്ച് പരാതി പറഞ്ഞും നമ്മൾ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയവും എനർജിയും വെറുതെ കളയരുത്. ഒപ്റ്റിമിസം പരിശീലിക്കുക. ഒരുപാട് പേര് പോസിറ്റീവായിട്ട് കാണുന്നതിനെ, പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിനെ എല്ലാം കളിയാക്കും. ഒപ്റ്റിമിസം പരിശീലിച്ച് തുടങ്ങിയാൽ, ജസ്റ്റ് ഒന്ന് ട്രെയിൻ ചെയ്ത് തുടങ്ങിയാൽ അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന വലിയ ചേഞ്ച് നമ്മൾ അനുഭവിക്കാനായിട്ട് തുടങ്ങും. നാലാമത്തെ കാര്യം, സ്റ്റാർട്ട് കെയറിങ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരുടെ കണ്ണിലൂടെയും കൂടി കാണാൻ പഠിക്കുക. നമ്മുടെ ചുറ്റുമുള്ളവരും മനുഷ്യരാണ്. അവർക്കും സ്വപ്നങ്ങളുണ്ട്, അവർക്കും വേദനകളുണ്ട്. അവർ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് നമുക്കൊരിക്കലും അറിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി പരിഗണനയുള്ളവരാവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദ ബിഗ്ഗസ്റ്റ് ലൈഫ് ഹാക്ക് ഈസ് ബീയിങ് കൈൻഡ് എന്ന് വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നൊരു പീസ് ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പീസ് ഉണ്ട്. ജഡ്ജ് ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എമ്പതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവാണ്. അത് വളർത്തിയെടുക്കുക. ആഫ്റ്റർ ഓൾ നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ കൂടെയാണ്. ആ മനുഷ്യരെ പരിഗണിക്കാൻ പഠിക്കുക. സോ 5 steps once again: start reading books, start exercising, start journaling, stop complaining and negativity, start caring for others. Your small habits make big changes in life. Inspiring Freak.